യുറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് UCIL ഇപ്പോൾ മൈനിങ് മേറ്റായിട്ട് കോൺട്രാക്ട് ബേസിസിൽ റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതിയായിട്ട് പറയുന്നത് നവംബർ 30 30/11/2024 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് പറയുന്നത് 30/11/2024 4 പ്രകാരം ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറി AWS കാറ്റഗറീസിന് 50 വയസ്സ് വരെയും OBC NCL കാറ്റഗറിക്ക് 53 വയസ്സ് വരെയും SC/ST കാറ്റഗറിക്ക് 55 വയസ്സ് വരെയും അപ്പർ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. 30/11/2024 എന്ന ഡേറ്റ് കണക്കാക്കിയായിരിക്കും ഇത് ഉണ്ടാവുക. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് പാസ്സാണ് വിത്ത് റെലവൻറ്റ് ട്രേഡിലാണ് പറയുന്നത്. മൈനിങ് മേറ്റ് 33 വേക്കൻസികളാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ മൈനിങ് മേറ്റ് കോൺട്രാക്ച്വൽ ആണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇൻ്റർമീഡിയറ്റ് വിത്ത് വാലിഡ് അൺറെസ്ട്രിക്റ്റഡ് മൈനിങ് മേറ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആണ് പറയുന്നത്. അല്ലെങ്കിൽ അൺറെസ്ട്രിക്റ്റഡ് ഫോർമാൻ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആണ്. അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് മാനേജേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മാനേജേഴ്സ് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ഫോർ മെറ്റ് ലൈഫേഴ്സ് മൈൻസ് ഇഷ്യൂസ് ബൈ DGMs ആണ് പറയുന്നത്. ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് മിനിമം 3 വർഷത്തെ അണ്ടർഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഇൻ മെറ്റാലിഫറസ് അണ്ടർഗ്രൗണ്ട് മൈൻസ് പറയുന്നുണ്ട്. ഇതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മോഡൽ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ റെസ്പോൺസ് ഫ്രം ദ കാൻഡിഡേറ്റ്സ് ഫോർ ദ അഡ്വർടൈസ്മെൻറ്റ് ദേ വിൽ ബി കോൾഡ് ഫോർ റിട്ടൺ ടെസ്റ്റ്. ആദ്യം റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ സ്കിൽ ടെസ്റ്റിംഗ് കൂടി ഉണ്ടാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം.